നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതികളായ കെ സ്മാർട്ട്, ടേക്ക് എ ബ്രേക്ക് എന്നിവ ജനജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കിയെന്ന് മന്ത്രി MB രാജേഷ്. ടേക്ക് എ ബ്രേക്കിൽ സംസ്ഥാനത്തുടനീളം നിർമ്മിച്ചത് 4000-ഓളം പൊതു ശൗചാലയങ്ങൾ. കെ സ്മാർട്ട് രാജ്യത്തുടനീളം നടപ്പാക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ഇൻഫർമേഷൻ കേരള മിഷനെ സമീപിച്ചിട്ടുണ്ടെന്നും മന്ത്രി. പൂവിളിയുമായി അത്തമെത്തി, ഇനി പൊന്നോണ നാളുകൾ. വടക്കുന്നാഥന്റെ തെക്കേ ഗോപുരനടയിൽ വിസ്മയ പൂക്കളം ഒരുക്കി തൃശൂർ സായാഹ്ന സൗഹൃദ കൂട്ടായ്മ. തൃശൂരിൽ പുലിക്കളി മഹോത്സവത്തിന് ആവേശക്കൊടിയേറ്റം. സപ്ലൈകോ ഓണം ഫെയറിന് പാലക്കാട് ജില്ലയിൽ തുടക്കം. സഞ്ചരിക്കുന്ന ഓണച്ചന്ത മൊബൈൽ മാവേലി പ്രയാണം ആരംഭിച്ചു. മണ്ണൂരിലെ തകർന്ന റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കാത്തതിനെതിരെ കോൺഗ്രസ് INTUC പ്രതിഷേധം. ജൽജീവൻ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വെട്ടിപ്പൊളിച്ച പാതകൾ വർഷങ്ങളായി തകർന്നു കിടക്കുകയാണെന്ന് നേതാക്കൾ. യാത്രാ ദുരിതം പരിഹരിക്കാൻ ഉടൻ നടപടി വേണമെന്ന് ആവശ്യം. അതുല്യ നടൻ ഭരത് ബാലൻ കെ നായർ വിട പറഞ്ഞിട്ട് 1/4 നൂറ്റാണ്ട്. അനശ്വരതയുടെ അഭിനയ തികവായി പ്രേക്ഷകർ നെഞ്ചേറ്റുന്ന നൂറുകണക്കിന് കഥാപാത്രങ്ങൾ. മഹാനടന് കലാകേരളത്തിന്റെ സ്മരണാഞ്ജലി. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതികളായ കെ സ്മാർട്ട്, ടേക്ക് എ ബ്രേക്ക് എന്നിവ ജനജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കിയെന്ന് മന്ത്രി MB രാജേഷ്. കുത്തന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ കെട്ടിടത്തിന്റെയും പൂർത്തീകരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിലൂടെ സംസ്ഥാനത്തുടനീളം 4000-ഓളം പൊതു ശൗചാലയങ്ങൾ നിർമ്മിക്കാൻ കഴിഞ്ഞു. എല്ലാ പഞ്ചായത്തുകളിലും ശൗചാലയ സൗകര്യം ഉറപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി ലോകത്തെവിടെ നിന്നും ലഭ്യമാകും. നേരിട്ട് ഓഫീസുകളിൽ പോകാതെ വീഡിയോ കോൾ വഴി വിവാഹ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. കെ സ്മാർട്ട് രാജ്യത്തുടനീളം നടപ്പാക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ഇൻഫർമേഷൻ കേരള മിഷനെ സമീപിച്ചിട്ടുണ്ട്. ഈ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനായി ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയും സർക്കാർ നടപ്പാക്കി. എല്ലാ സർക്കാർ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കാനുള്ള പരിശീലനം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഓഫീസ് നല്ലത് വേണം, പക്ഷേ നാട്ടുകാരും ഇനി മുതൽ പഞ്ചായത്ത് ഓഫീസിൽ പോകേണ്ട കാര്യമില്ല. പഞ്ചായത്ത് ഓഫീസിൽ മാത്രമല്ല, മുനിസിപ്പൽ ഓഫീസിലും കോർപ്പറേഷൻ ഓഫീസിലും പോകേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ്? ഈ സേവനം വിരൽത്തുമ്പിൽ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് ഭംഗിവാക്കല്ല, അതിശയോക്തിയുമല്ല. യഥാർത്ഥത്തിൽ ഒരാളും ഇനി പഞ്ചായത്തിലേക്ക് നേരിട്ട് കൊണ്ട് ആവശ്യമില്ല. പഞ്ചായത്തിൽ നിന്നും, മുനിസിപ്പാലിറ്റിയിൽ നിന്നും, കോർപ്പറേഷനിൽ നിന്നും കിട്ടുന്ന കേരളത്തിനകത്ത് ഏത് പഞ്ചായത്തിൽ നിന്നുള്ള ഏത് സേവനവും ലോകത്തെവിടെയിരുന്നും സ്വന്തമാക്കാം. അത്ഭുതകരമായിട്ടൊരു മാറ്റമാണ്. PP സുമോദ് MLA അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രി AK ബാലൻ വിശിഷ്ടാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം അഭിലാഷ്, കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഭിലാഷ് കൃഷ്ണൻ, കുത്തന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PT സഹദേവൻ, വൈസ് പ്രസിഡന്റ് ഫരീദ ഫിറോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അതുല്യ നടൻ ഭരത് ബാലൻ കെ നായർ അരങ്ങൊഴിഞ്ഞിട്ട് ഇന്നേക്ക് 1/4 നൂറ്റാണ്ട്. ത്രസിപ്പിക്കുന്ന അഭിനയ മുഹൂർത്തങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ആ പ്രതിഭ വിടവാങ്ങിയത് 2000 ഓഗസ്റ്റ് 26-നാണ്. കോഴിക്കോട്ട് ഒരു മെക്കാനിക്കായി ജീവിതം ആരംഭിച്ച് പിൽക്കാലത്ത് അഭിനയകലയുടെ കൊടുമുടി കീഴടക്കിയതാണ് ബാലൻ കെ നായരുടെ ജീവചരിത്രം. നാടകകലയുടെ ശക്തമായ അടിത്തറയിൽ നിന്ന് അഭ്രപാളിയുടെ ആകാശത്തേക്ക് പറന്നുയർന്നതാണ് ബാലൻ കെ നായരുടെ കലാജീവിതം. അഭിനയകല അദ്ദേഹത്തിന്റെ ജന്മസിദ്ധ വാസനയായിരുന്നുവെന്ന് വേണം വിലയിരുത്താൻ. അഭ്രപാളികളിൽ ഏറെയുമെത്തിയത് വെറുക്കപ്പെടുന്ന വില്ലനായി. എന്നാൽ അപൂർവമായി വീണുകിട്ടിയ അവസരങ്ങളിൽ അഭിനയ തികവിന്റെ പവിഴം ചാർത്തി ബാലൻ കെ നായർ ഭരത് ബാലൻ കെ നായരായി. നേരവും കാലവും ഒക്കെ നോക്കാതെ അവനോട് കയറി ഇറങ്ങുന്നൊക്കെ ശരി, ചാത്തുണ്ണിയുടെ കൂടെ ഉണ്ടല്ലോ. പക്ഷെ മോളെ ഇങ്ങനെ പാതിരയ്ക്ക് അവന്റെ കൂടെ തനിച്ചു വിടുന്നത് എന്താടി വിട്ടാല്? ഒന്നുമില്ലേ എടീ, 14 വയസ്സുണ്ടാവും വാസു എന്റെ കൂടെ ചേരുമ്പോ. ഞാൻ കൂടുതൽ ഒരു ഷാപ്പ് നടത്തുന്ന കാലത്ത്. കഴിഞ്ഞ പ്രതാപം ഒന്നും പറയണ്ട. പ്രതാപല്ല, എന്റെ മോളും അവനും അന്നു തൊട്ടുള്ള കൂട്ട. അവരങ്ങനെയാ വളർന്നത്. അതന്ന്. ഇപ്പൊ ശാരദ കുഞ്ഞല്ല, പ്രായം നികഞ്ഞ പെണ്ണ. നാട്ടുകാർ വല്ലതും പറയും. എന്ത് പറയാൻ? എന്റെ മോളെ ഞാൻ അവനെ വെട്ടിച്ചു കൊടുക്കാനാ നിശ്ചയിച്ചത്. ഓഹോ, നിശ്ചയിച്ചോ? അതെ, നിശ്ചയിച്ചു. 1972 പുറത്തുവന്ന നിഴലാട്ടമാണ് ആദ്യ ചിത്രം.
പിന്നീട് സിനിമാ രംഗത്ത് സജീവമായ ബാലൻ കെ നായർ 300-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. വില്ലൻ വേഷങ്ങൾക്കിടെ അതിഥി, തച്ചോളി അമ്പു എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച അഭിനയത്തിനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. ഓപ്പോളിലെ പരിവർത്തനപ്പെട്ട സൈനിക ഓഫീസറുടെ വേഷത്തിന് 1981 മികച്ച നടന് രാഷ്ട്രം നൽകുന്ന പരമോന്നത ബഹുമതിയായ ഭരത് അവാർഡും ബാലൻ കെ നായരെ തേടിയെത്തി. ആറാട്ട്, തച്ചോളിയമ്പു, അങ്ങാടി, തുഷാരം, വളർത്തുമൃഗങ്ങൾ, ഈ നാട്, മൂർഖൻ, കോളിളക്കം, ആൾക്കൂട്ടത്തിൽ തനിയെ, 1921, ആര്യൻ, ഒരു വടക്കൻ വീരഗാഥ എന്നിവ ബാലൻ കെ നായരുടെ പ്രശസ്തമായ ചിത്രങ്ങളിൽ ചിലതാണ്. മന്ത്രിയെ കാണാൻ അനുവാദം വാങ്ങിയിട്ടുണ്ടോ എന്ന്? ആരോട്? എഴുന്നേൽക്കണം. സന്ദർശകർക്ക് ഇരിക്കാനുള്ളതല്ലേ ഇതൊക്കെ? ഇല്ലെങ്കിൽ അടിച്ചു തന്നെ എല്ലൊടിക്കും. മിസ്റ്റർ ജോഷി ജോൺ, ഈ ശരീരത്തിലെ എല്ലുകൾ താൻ പലപ്പോഴായി തല്ലിയൊടിച്ചതല്ലേ? 48-ലെ വിപ്ലവ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത എന്നെ പുൽപ്പള്ളിക്കാട്ടിൽ വെച്ച് ഇരുട്ടിനെ പോലും രചിപ്പിക്കത്തക്ക വിധം താൻ തല്ലി ചതച്ചില്ലേ? അന്ന് താനൊരു കോൺസ്റ്റബിൾ ആയിരുന്നു. 54-ലെ മിച്ചഭൂമി സമരം നയിച്ചതിന് കക്കയിൽ ലോക്കപ്പിൽ വെച്ച് എന്നെ തേജോവധം ചെയ്തില്ലേ? അന്ന് താനൊരു സബ് ഇൻസ്പെക്ടറായിരുന്നു. അധികാരമോഹികളുടെ കൂറയ്ക്ക് കൂട്ടുനിന്ന് താൻ പിന്നീട് നേടിയെടുത്തതല്ലേ ചുമലിൽ കാണുന്ന ഈ പുതിയ ചിഹ്നങ്ങൾ? 1990 പുറത്തുവന്ന കടവിലെ തോണിക്കാരനാണ് അവസാന വേഷം. ഈ ചാത്തുണ്ണിയേട്ടനെ കൊണ്ട് തോറ്റ് നീ എങ്ങനെ നടക്കി നിർത്തും? ചാത്തുണ്ണിയേട്ടനെ ഈ വേഷത്തിൽ കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് മുമ്പ് നിങ്ങൾ ഷാപ്പ് നടത്തിയ കാല. അന്നത്തെ കുപ്പായം തന്നെയത്. എന്താ എഴുതിട്ട് ഒരു മുഴുവൻ കുപ്പി ഒറ്റയ്ക്ക് കഴിക്കുന്ന നിനക്ക് മതി. അവിടെ കാശില്ലെങ്കിൽ ഞാൻ കൊടുക്കാം. അല്ല, അതുകൊണ്ടല്ല. ചാത്തുണ്ണേട്ടാ, ചാത്തുണ്ണിയേട്ടന് കുടിക്കാൻ വേണ്ടത് ഞാൻ അങ്ങോട്ട് എത്തിച്ചേരാം. ഇവിടെ വന്നിങ്ങനെ ഞാനെന്ത് ഞങ്ങൾ ഉപദ്രവിക്കരുത്. ഉപദ്രവിച്ചോ? ഏപ്രിൽ 4 കോഴിക്കോട് ചേമഞ്ചേരിയിൽ ജനിച്ച ബാലൻ കെ നായർ വിട പറഞ്ഞത് 2000 ഓഗസ്റ്റ് 26 അവസാന കാലത്ത് ഒരുപാട് നാൾ അർബുദത്തോട് മല്ലിട്ടാണ് മഹാനടൻ അരങ്ങൊഴിഞ്ഞത്. വിട പറഞ്ഞ് 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോഴും നടനരംഗത്ത് അദ്ദേഹം സൃഷ്ടിച്ച അനശ്വരതയ്ക്ക് മങ്ങലില്ല. മലയാള സിനിമയിലെ പുരുഷഗർജനമായി ഇന്നും ഭരത് ബാലൻ കെ നായർ വാഴ്ത്തപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് STV. സപ്ലൈകോ ഓണം ഫെയറിന് പാലക്കാട് ജില്ലയിൽ തുടക്കം. കോട്ട മൈതാനത്ത് നടന്ന ചടങ്ങിൽ ഓണം ഫെയറിന്റെ ഉദ്ഘാടനവും സഞ്ചരിക്കുന്ന ഓണച്ചന്തയായ മൊബൈൽ മാവേലിയുടെ ഫ്ളാഗ് ഓഫും മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. പഞ്ഞമില്ലാത്ത ഓണം ആഘോഷിക്കാൻ എല്ലാവർക്കും അവസരമൊരുക്കുക എന്നതാണ് ഓണച്ചന്തകളിലൂടെയും ഓണം ഫെയറുകളിലൂടെയും സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. വിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ശക്തമായ ഇടപെടലാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. സപ്ലൈകോ, സഹകരണ വകുപ്പ്, കുടുംബശ്രീ തുടങ്ങി വിവിധ ഏജൻസികളും വകുപ്പുകളും നടത്തുന്ന ഓണച്ചന്തകൾ ഇതിന് ഉദാഹരണങ്ങളാണ്. കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും ജനങ്ങളുടെ ക്ഷേമകാര്യങ്ങളിൽ മുടക്കമില്ലാതെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പാലക്കാട് കോട്ടമൈതാനിയിലാണ് ജില്ലാ ഓണം ഫെയർ നടക്കുന്നത്. മൊബൈൽ മാവേലി എന്ന പേരിലുള്ള സഞ്ചരിക്കുന്ന ഓണച്ചന്തകൾ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എത്തും. ഉത്രാടം ദിനമായ സെപ്റ്റംബർ 4 വരെ ഇവ പ്രവർത്തിക്കും. റേഷൻ കാർഡ് ഉടമകൾക്ക് സബ്സിഡി നിരക്കിൽ 13 ഇനം അവശ്യ സാധനങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കും. ഇതിനു പുറമെ സബ്സിഡിയില്ലാത്ത മറ്റ് നിത്യോപയോഗ സാധനങ്ങൾക്ക് MRPയിൽ നിന്ന് 5% മുതൽ 50% വരെ കിഴിവും ലഭ്യമാണ്. വിവിധ ഉൽപ്പന്നങ്ങളുടെ കോംബോ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. AAY കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും സൗജന്യ ഓണക്കിറ്റുകൾ നൽകും. ആകർഷകമായ വിലയിൽ സമൃദ്ധി കിറ്റ്, മിനി സമൃദ്ധി കിറ്റ്, ശബരി സിഗ്നേച്ചർ കിറ്റ് എന്നിവയും ഗിഫ്റ്റ് കാർഡ് കൂപ്പണുകളും ലഭിക്കും. 1000 രൂപയ്ക്ക് മുകളിൽ സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങളും നൽകും. ഉദ്ഘാടന ചടങ്ങിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ജില്ലാ സപ്ലൈ ഓഫീസർ AS ബീന
പാലക്കാട് സപ്ലൈകോ ഡിപ്പോ അസിസ്റ്റന്റ് മാനേജർ മോളി ജോൺ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശമംഗലത്ത് റബ്ബർ എസ്റ്റേറ്റിലെ ഉപയോഗശൂന്യമായ ക്വാറിയിൽ ഉടമയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മലബാർ എഞ്ചിനീയറിംഗ് കോളേജിന് സമീപം താമസിക്കുന്ന പൂക്കോഴി മുണ്ടത്തു വീട്ടിൽ 75 വയസ്സുള്ള രവി നായരാണ് മരിച്ചത്. റബ്ബർ എസ്റ്റേറ്റിലെ പച്ചക്കറി കൃഷിയിലേക്ക് ഈ ക്വാറിയിൽ നിന്നാണ് വെള്ളമടിക്കുന്നത്. കേടുവന്ന മോട്ടോർ ശരിയാക്കാനാണ് ഇദ്ദേഹം എസ്റ്റേറ്റിലേക്ക് പോയത്. വൈകിട്ടും വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റി. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണൂർ പഞ്ചായത്തിലെ തകർന്ന റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കാത്തതിനെതിരെ കോൺഗ്രസ് INTUC പ്രതിഷേധം. മണ്ണൂരിൽ നടത്തിയ പ്രതിഷേധ ധർണ INTUC ജില്ലാ സെക്രട്ടറി PC പ്രീതത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ണൂർ പഞ്ചായത്തിലെ പ്രധാന റോഡുകളെല്ലാം തകർന്നു കിടക്കുകയാണെന്ന് INTUC ചൂണ്ടിക്കാട്ടി. ജൽജീവൻ പൈപ്പിടാനായി വെട്ടിപ്പൊളിച്ചതോടെയാണ് റോഡുകളെല്ലാം പാടെ തകർന്നതെന്നും വർഷങ്ങളായും നടപടിയുണ്ടാകുന്നില്ലെന്നും സമരക്കാർ കുറ്റപ്പെടുത്തി. മണ്ണൂർ അരിമ്പൻകുളങ്ങര റോഡ് തകർന്ന സഞ്ചാരയോഗ്യമല്ലെന്നും ഉടൻ ഗതാഗതയോഗ്യമാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. INTUC ജില്ലാ സെക്രട്ടറി PC പ്രീതത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സക്കറിയ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PK അശ്വജിത്ത്, VM അബൂബക്കർ സിദ്ദിഖ്, മുഹമ്മദ് ഫൈസൽ, M ശിവപ്രകാശ്, V സത്യകുമാർ, PK പ്രമേഷ്, TC കനകരാജ്, മുരളീധരൻ, C തങ്കമണി, PR ഷിബു, P സ്വാമിനാഥൻ, വിപിൻ, ഫൈസൽ എന്നിവർ പ്രസംഗിച്ചു. റോഡ് തകർച്ചയ്ക്കെതിരെ യാത്രക്കാരും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. 3 വർഷമായിട്ട് ഈ ദുരിതം ഞങ്ങൾ അനുഭവിക്കുകയാണ്. കുണ്ടും കുഴിയായിട്ട് ഈ റോഡിൽ കൂടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടി ഞങ്ങൾക്ക് ഓടിൽ നിന്ന് കിട്ടുന്ന കാശ് മുഴുവൻ വർക്ക്ഷോപ്പിൽ കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. ഇത് 3 കൊല്ലമായിട്ട് മഴ പോട്ടെ എന്നുള്ള വാഗ്ദാനമാണ് പഞ്ചായത്തിൽ നിന്ന് തന്നുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം നേരാക്കുമെന്ന് പറയുന്നു. പക്ഷെ നേരാക്കുന്ന യാതൊരു മട്ടും കാണാനില്ല. ഞങ്ങളുടെ ദുരിതം, ഞങ്ങൾ ഓട്ടോക്കാരുടെ ദുരിതം വളരെയധികം വലുതാണ്. ഇന്ന് നേരാക്കുമെന്ന് വിചാരിക്കുന്നു. ഒന്നിനെയും പറ്റാത്ത കണ്ടീഷനിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു വണ്ടി വൈകുന്നേരം ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും കരിമ്പംകുളത്തേക്ക് പോകുന്ന ആരും നിലക്കെടുന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ റോഡ് നന്നാക്കി തരാൻ ഞങ്ങൾ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വടക്കുംനാഥന്റെ തെക്കേ ഗോപുരനടയിൽ വിസ്മയ പൂക്കളം ഒരുക്കി തൃശൂർ സായാഹ്ന സൗഹൃദ കൂട്ടായ്മ. 1500 കിലോ പൂക്കൾ ഉപയോഗിച്ച് 60 അടി വ്യാസത്തിലാണ് പടുകൂറ്റൻ അത്തപ്പൂക്കളം ഒരുക്കിയത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി സൗഹൃദ കൂട്ടായ്മ ഈ കൂറ്റൻ പൂക്കളം ഒരുക്കുന്നതിന്റെ തയ്യാറെടുപ്പുകളിലായിരുന്നു. അത്തം ദിനത്തിൽ പുലർച്ചെ 3 മണി മുതൽ പൂക്കളം ഒരുക്കുന്നതിന്റെ ജോലികൾ ആരംഭിച്ചു. കൂട്ടായ്മയിലെ 150ഓളം പ്രവർത്തകർ ചേർന്ന് 6 മണിക്കൂറോളം നേരം നടത്തിയ കഠിനാധ്വാനത്തിനൊടുവിൽ അക്ഷരാർത്ഥത്തിൽ പിറന്നത് പൂക്കളാൽ തീർത്ത വർണ്ണവിസ്മയമാണ്. കോവിഡ് പ്രളയകാലത്ത് 2 തവണ മാത്രമാണ് പൂക്കളം ഒരുക്കാനാകാതെ പോയത്. പണപ്പിരിവ് നടത്താതെ കൂട്ടായ്മയിലെ അംഗങ്ങൾ സ്വന്തം കാശുമുടക്കിയാണ് പൂക്കൾ വാങ്ങുന്നത്. ഇത്തവണ അത്തപ്പൂക്കളത്തോടൊപ്പം വിപുലമായ പരിപാടികളാണ് സൗഹൃദ കൂട്ടായ്മ നടത്തിയത്. ഈ പൂക്കളം തൃശ്ശൂരിന് മാത്രം സ്വന്തമായുള്ളതാണ്. തൃശ്ശൂരിന്റെ തനത് പൂക്കളമാണ്. മറ്റൊരു ജില്ലകളിലും കാണാൻ കഴിയാത്ത ഒരു വീട്ടുമുറ്റത്ത് ഒരുക്കുന്നത് പോലെ അമ്പലമുറ്റത്ത് ഒരു പൂക്കളം ഒരുക്കുവാൻ സാധിക്കുക, അതും സാംസ്കാരിക നഗരത്തിന്റെ തിരുമുറ്റത്ത് ഒരുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് സംഘടകരായ ഞങ്ങൾക്കുള്ളത്. ഈ പൂക്കളം തൃശ്ശൂരിന്റെ സ്വന്തമാണ്. തൃശ്ശൂരിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു പൂക്കളമാണ്. ഇത് തൃശ്ശൂരിന്റെ ഒരു പരിച്ഛേദമാണ്. ഈ പൂക്കളം 18 വർഷം പൂർത്തിയാവുകയാണ്. 18ാമത്തെ അത്തപ്പൂക്കളമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. നീണ്ട 17 വർഷം കഴിഞ്ഞു. ഇനിയിപ്പോൾ 18ാമത്തെ പൂക്കളം ഒരുങ്ങി. പൂക്കളം കാണാനും ചിത്രങ്ങൾ എടുക്കാനും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേരാണ് തെക്കേ ഗോപുരനടയിലേക്ക് ഒഴുകിയെത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓണപ്പൂക്കളം ഒരുക്കാൻ പുഷ്പോത്സവം തീർത്ത് മാത്തൂരിലെ കർഷകൻ. പൂക്കളുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു.
മാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. അത്തം പിറന്നതോടെ പൂക്കളമൊരുക്കുന്ന തിരക്കിലാണ് മലയാളികൾ. ഏതാനും കാലമായി മുറ്റത്ത് പൂക്കളമൊരുക്കാൻ തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന പൂക്കൾ കാത്തിരിക്കുന്ന കാലം മാറി. ഇപ്പോൾ നാട്ടിൻപുറങ്ങളിൽ പൂക്കൾ യഥേഷ്ടമാണ്. ഗ്രാമീണ മേഖലയിൽ ധാരാളം കർഷകർ പൂക്കൃഷി നടത്തി വരുമാനം നേടുന്നുണ്ട്. മാത്തൂരിൽ തച്ചങ്കാട് വെളുത്താട്ടിൽ പി ഗണപതികുമാറിന്റെ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് അക്ഷരാർത്ഥത്തിൽ ഉത്സവാന്തരീക്ഷത്തിലാണ് നടന്നത്. 700 തൈകളാണ് ആറുമുഖൻ നട്ടത്. വിളവെടുപ്പുത്സവം മാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ജയശ്രീ പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. ഗണപതികുമാർ സ്വാഗതവും ഗോകുൽദാസ് തച്ചങ്കാട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൃശൂർ പുലിക്കളി മഹോത്സവത്തിന് കൊടിയേറി. തൃശൂർ നടുവിലാലിൽ നടന്ന കൊടിയേറ്റ് കോർപ്പറേഷൻ മേയർ MK വർഗീസ് നിർവഹിച്ചു. ഭിന്നശേഷി കലാകാരന്മാരുടെ കൂട്ടായ്മയായ കോലഴി പൂമ്പാറ്റ കലാപീഠത്തിലെ മേളക്കാരുടെ പുലിതാളത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കൊടിയേറ്റ്. ശേഷം പുലിത്താളത്തിനൊപ്പം മേയറും പുലിച്ചുവട് വെച്ചു. പുലിക്കളിയുടെ നടത്തിപ്പിനായി കോർപ്പറേഷൻ ഒരുങ്ങിക്കഴിഞ്ഞെന്ന് മേയർ പറഞ്ഞു. ഇത്തവണ ഓരോ ടീമിനും തൃശൂർ കോർപ്പറേഷൻ 3,20,000 രൂപ വീതമാണ് ധനസഹായം നൽകുന്നത്. ഇതിന്റെ അഡ്വാൻസ് തുക കഴിഞ്ഞ ദിവസം ഓരോ ടീമിനും നൽകിക്കഴിഞ്ഞതായും മേയർ അറിയിച്ചു. തൃശൂരിന് ഇനി വരാൻ പോകുന്നത് ഉത്സവ നാളുകളാണെന്നും മേയർ കൂട്ടിച്ചേർത്തു. നമുക്ക് ഈ പ്രാവശ്യങ്ങൾ നമുക്കറിയാലോ, ഈ ഭരണസമിതിയുടെ അവസാനത്തെ പുലിക്കളിയാണ്. 5 ടീം വരുമ്പോൾ 9 ടീമായി. സഹകരണം വളരെയധികമുണ്ട്. ഇനിയും മുന്നോട്ട് പോകണം. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് തൃശൂർ പട്ടണം പുലിക്കളിയെ ഏറ്റുവാങ്ങാൻ തയ്യാറായി കഴിഞ്ഞു. സ്വരാജ് റൗണ്ട് ഉറങ്ങിക്കിടന്നിരുന്ന സ്വരാജ് റൗണ്ട് ഉണർന്നു. ഇനി മുതൽ സെപ്റ്റംബർ 8 തീയതി കാത്തു നിൽക്കുന്നു. ഈ കൊടിക്കൂറ ഉയർന്നു കഴിഞ്ഞാൽ നമ്മൾ പുലിക്കളിക്കായി എല്ലാം തയ്യാറായി. എല്ലാ ജനങ്ങളും, ലോക മലയാളികൾ കാത്തിരിക്കുന്നു. സെപ്റ്റംബർ 8 നമുക്ക് അന്ന് കാണാം. സാമ്പത്തിക സഹായം, എല്ലാ സഹായവും അവർക്ക് ആവശ്യമനുസരിച്ച് 3,25,000 വെച്ച് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. നാലോണ നാളായ സെപ്റ്റംബർ 8 ഇത്തവണ പുലിക്കളി. 9 ടീമുകൾ സ്വരാജ് റൗണ്ടിൽ മാറ്റുരയ്ക്കാനെത്തും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലത്ത് ഗണേശോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഒറ്റപ്പാലം താലൂക്ക് ഗണേശോത്സവ സമിതിയുടെ നേതൃത്വത്തിലാണ് ആഘോഷം. ഓഗസ്റ്റ് 27, 28, 29 തീയതികളിലായി വിപുലമായ ആഘോഷമാണ് ഈ വർഷവും ഒരുക്കിയിട്ടുള്ളതെന്ന് സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗണേശോത്സവത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 21 വിളംബര ജാഥയും 23 വിചാര സദസ്സും സംഘടിപ്പിച്ചിരുന്നു. 27 വിനായക ചതുർത്ഥി നഗരപ്രദക്ഷിണം നടക്കും. 29 പൊതുസമ്മേളനം, നിമജ്ജന മഹാഘോഷയാത്ര എന്നിവയുണ്ടാകും. ബുധനാഴ്ച വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ചിനക്കത്തൂർക്കാവിൽ മഹാഗണേശ പൂജ നടക്കും. പനാവൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 5 മണിക്ക് നഗരപ്രദക്ഷിണം ആരംഭിക്കും. ഒറ്റപ്പാലം പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് ഗണേശ വിഗ്രഹം എഴുന്നള്ളിച്ച് താളമേളങ്ങളുടെ അകമ്പടിയോടെ നഗരവീഥികളിലൂടെ പ്രയാണം ചെയ്ത് ക്ഷേത്രത്തിൽ എത്തിച്ചേരും. വെള്ളിയാഴ്ച വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഘോഷയാത്രകൾ വൈകിട്ട് കണ്ണിയമ്പുറം ഊട്ടുപുര ഗണപതി ക്ഷേത്രത്തിൽ സംഗമിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ഗംഗ, യമുന, കാവേരി, സരസ്വതി ഘോഷയാത്രകളാണ് സംഘടിപ്പിക്കുന്നത്. 29 വൈകുന്നേരം മഹാഘോഷയാത്ര പുറപ്പെടും. 27 തീയതി ശ്രീ വിനായക ചതുർത്ഥി ദിവസം വിനായകത്തിന്റെ ജന്മദിനമായിട്ടുള്ള നാളെ കോഴിക്കുന്നമ്പലത്ത് പ്രത്യേക പൂജാ കാര്യങ്ങളുണ്ടാവും. അതുപോലെ ഗണേശോത്സവം വരുന്ന എല്ലാ സ്ഥാനീയ സമിതികളുടെയും ആഭിമുഖ്യത്തിൽ അതാത് സ്ഥലങ്ങളിൽ വിഗ്രഹങ്ങൾ വെച്ച് പൂജ, വിശേഷാൽ പൂജ, മറ്റ് കലാപരിപാടികൾ അടങ്ങിയിട്ടുള്ള പരിപാടികൾ അതാത് സ്ഥലത്ത് നടക്കുന്നതായിരിക്കും. 29 വൈകുന്നേരം 3 കാവടിച്ചിന്തൊരുക്കും. 3:30 ആരംഭിക്കുന്ന പൊതുസമ്മേളനം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് അനുഗ്രഹ പ്രഭാഷണം നടത്തും. RSS പാലക്കാട് സഹസംഘചാലക് അഡ്വക്കേറ്റ് ജയറാം അധ്യക്ഷത വഹിക്കും. നിമജ്ജന മഹാഘോഷയാത്ര മായന്നൂർ കടവിലൂടെ ഗണേശ വിഗ്രഹങ്ങൾ ഭാരതപ്പുഴയിൽ നിമജ്ജനം ചെയ്യുന്നതോടെ ചടങ്ങുകൾക്ക് സമാപനമാകും. 28 തീയതിയും പ്രത്യേക പൂജകളുണ്ടാവും. 29 തീയതി പ്രത്യേക പൂജ രാവിലെ കഴിഞ്ഞ് അതാത് സ്ഥാനീയ സമിതികൾ അവിടെ ചുറ്റുവട്ടത്തുള്ള പ്രദേശം, ഗ്രാമപ്രദേശങ്ങളിലും നഗരങ്ങളിലും പ്രദർശനം നടത്തി അലങ്കരിച്ച ഘോഷയാത്രയോടുകൂടി ഉച്ചയ്ക്ക് 2:30
ഒറ്റപ്പാലം ഊട്ടുപുര ഗണപതി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് അവിടുന്ന് ഘോഷയാത്രയായി ഒറ്റപ്പാലം വിനായക നഗറിൽ എത്തിച്ചേരും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി അശോക് കൃഷ്ണൻ, ജനറൽ സെക്രട്ടറി പി അരവിന്ദൻ, ബി മനോഹരൻ, കെ ഗംഗാധരൻ, സി വി വിജയരാഘവൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മായം കലരാത്ത പൊള്ളുന്ന വാക്കുകളിലൂടെ കലാലയങ്ങൾ കാലത്തോടുയർത്തുന്ന ചോദ്യങ്ങളാണ് ഓരോ കോളേജ് മാഗസിനുകളുമെന്ന് മന്ത്രി എം.ബി. രാജേഷ്. കേരളത്തിലെ മികച്ച കലാലയ മാഗസിനുകൾക്കുള്ള കേരള മീഡിയ അക്കാദമി പുരസ്കാര സമർപ്പണം പാലക്കാട്ട് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തെ ലോകത്തിന്റെ ചരിത്രത്തിലേക്കും കലയിലേക്കും നയിച്ചത് ക്യാമ്പസ് മാഗസിനുകളാണ്. ഓരോ കാലഘട്ടത്തെയും അടയാളപ്പെടുത്തുന്ന വിലപ്പെട്ട രേഖകളാണ് കലാലയ മാഗസിനുകളെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കോളേജ് മാഗസിൻ എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, പൊള്ളുന്ന വാക്കുകൾ കൊണ്ട് ക്യാമ്പസുകൾ കാലത്തോടുയർത്തുന്ന ചോദ്യങ്ങളാണ് ഓരോ കോളേജ് മാഗസിനും. ഒട്ടും മയമില്ലാത്ത വാക്കുകൾ കൊണ്ട്, പരുഷമായ വാക്കുകൾ കൊണ്ട്, പൊള്ളുന്ന വാക്കുകൾ കൊണ്ട് ക്യാമ്പസുകൾ എല്ലാ കാലത്തും കാലത്തോടുയർത്തിയ ചോദ്യങ്ങളാണ് ഓരോ കോളേജ് മാഗസിനും. പ്രകമ്പനം കൊള്ളിക്കുന്ന വരികൾ കൊണ്ട് യാഥാസ്ഥിതികത്വത്തിന്റെ കോട്ടകൊത്തളങ്ങളെ വിറകൊള്ളിച്ചവയാണ് ഓരോ കോളേജ് മാഗസിനുകൾ. അതുപോലെ അറിവിന്റെയും പുത്തനാശയങ്ങളുടെയും തൂവെളിച്ചം കൊണ്ട് ഇരുട്ടുവീണ തലകളെ കടന്നാക്രമിച്ച ആയുധപ്പുരകളാണ്, ആവനാഴികളാണ് ഓരോ കോളേജ് മാഗസിനുകളും. 2023-24 വർഷത്തെ മുഖ്യമന്ത്രിയുടെ ട്രോഫിയും 25,000 രൂപയും അടങ്ങുന്ന ഒന്നാം സമ്മാനത്തിന് അർഹമായത് പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജ് പ്രസിദ്ധീകരിച്ച തുരുത്ത് എന്ന മാസികയാണ്. 2-3 സമ്മാനങ്ങൾ യഥാക്രമം 2 കോളേജുകൾ വീതം പങ്കിട്ടു. എറണാകുളം ഗവൺമെൻറ് ലോ കോളേജിൻ്റെ മാഗസിൻ പെറ്റലർ, മലപ്പുറം കോട്ടക്കൽ VPSV ആയുർവേദ കോളേജിൻ്റെ മാഗസിൻ ചെലപ്പധികാരം എന്നിവയാണ് 2ാം സമ്മാനം നേടിയത്. കേരള മീഡിയ അക്കാദമി വൈസ് ചെയർമാൻ ES സുഭാഷ് അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും കേരള സാഹിത്യ അക്കാദമി മുൻ പ്രസിഡന്റുമായ വൈശാഖൻ മുഖ്യാതിഥിയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശമംഗലത്ത് PNNM ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ ഷൊർണൂർ റോട്ടറി ക്ലബ്ബ് മെഗാ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. പള്ളം എസ്റ്റേറ്റ് പടി മദ്രസ ഹാളിലായിരുന്നു ക്യാമ്പ്. റോട്ടറി ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നമുക്കെല്ലാവർക്കും പറയാം, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആയുർവേദ രംഗത്ത് ആദ്യത്തെ മെഡിക്കൽ കോളേജ് ഉണ്ടാവുന്നത് 1902 KA സമാജം എന്ന പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഷൊർണൂരുള്ള KA സമാജം 1902 120ഓളം വർഷങ്ങളുടെ പഴക്കമുള്ള ആയുർവേദ മെഡിക്കൽ കോളേജ്. അന്നെല്ലാം ഞങ്ങളിരുന്ന് സംസാരിക്കുകയായിരുന്നു. അത് TAM കോഴ്സായിരുന്നു അന്നുണ്ടായിരുന്നു. ഒരുപാട് ഡോക്ടർമാർ, ആയുർവേദ മെഡിക്കൽ രംഗത്തുള്ള ഡോക്ടർമാരെ 1902 മുതൽ ഇന്ത്യക്ക് സംഭാവന ചെയ്തിട്ടുള്ള KA സമാജം. ജോയിന്റ് സെക്രട്ടറി രാമു ചാത്തനാത്ത് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വിനീഷ് ക്ലാസ് എടുത്തു. ഡോക്ടർമാരായ വർഗീസ്, മീര PR, O അമ്മു, മഹേഷ് വെളുത്തേടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ അംഗീകാരങ്ങൾ ലഭിച്ച കാർത്തികേയൻ തിയാടി, രവി പുതിയടത്ത്, മൊയ്തീൻ കളത്തിൽ എന്നിവരെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം PS ലക്ഷ്മണൻ സ്വാഗതവും കാർത്തികേയൻ നന്ദിയും പറഞ്ഞു. ചെറുതുരുത്തി PNNM ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ പള്ളം എസ്റ്റേറ്റ് പടി മദ്രസ ഹാളിലാണ് ഷൊർണൂർ റോട്ടറി ക്ലബ്ബ് സൗജന്യ മെഗാ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതികളായ K-സ്മാർട്ട്, ടേക്ക് എ ബ്രേക്ക് എന്നിവ ജനജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കിയെന്ന് മന്ത്രി M.B. രാജേഷ്. ടേക്ക് എ ബ്രേക്കിൽ സംസ്ഥാനത്തുടനീളം നിർമ്മിച്ചത് 4000-ഓളം പൊതു ശൗചാലയങ്ങൾ. K-സ്മാർട്ട് രാജ്യത്തുടനീളം നടപ്പാക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ഇൻഫർമേഷൻ കേരള മിഷനെ സമീപിച്ചിട്ടുണ്ടെന്നും മന്ത്രി. പൂവിളിയുമായി അത്തമെത്തി, ഇനി പൊന്നോണ നാളുകൾ. വടക്കുന്നാഥന്റെ തെക്കേ ഗോപുരനടയിൽ വിസ്മയ പൂക്കളം ഒരുക്കി തൃശൂർ സായാഹ്ന സൗഹൃദ കൂട്ടായ്മ. തൃശൂരിൽ പുലിക്കളി മഹോത്സവത്തിന് ആവേശക്കൊടിയേറ്റം. സപ്ലൈകോ ഓണം ഫെയറിന് പാലക്കാട് ജില്ലയിൽ തുടക്കം. സഞ്ചരിക്കുന്ന ഓണച്ചന്ത മൊബൈൽ മാവേലി പ്രയാണം ആരംഭിച്ചു. മണ്ണൂരിലെ തകർന്ന റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കാത്തതിനെതിരെ കോൺഗ്രസ് INTUC പ്രതിഷേധം. ജൽജീവൻ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വെട്ടിപ്പൊളിച്ച പാതകൾ വർഷങ്ങളായി തകർന്നു കിടക്കുകയാണെന്ന് നേതാക്കൾ. യാത്രാ ദുരിതം പരിഹരിക്കാൻ ഉടൻ നടപടി വേണമെന്ന് ആവശ്യം.
അതുല്യ നടൻ ഭരത് ബാലൻ കെ നായർ വിട പറഞ്ഞിട്ട് 1/4 നൂറ്റാണ്ട്. അനശ്വരതയുടെ അഭിനയ തികവായി പ്രേക്ഷകർ നെഞ്ചേറ്റുന്ന നൂറുകണക്കിന് കഥാപാത്രങ്ങൾ. മഹാനടന് കലാകേരളത്തിന്റെ സ്മരണാഞ്ജലി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.